വാർത്തയിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എല്ലാ ഉപകരണവും ഉപയോഗിച്ചെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഉപകരണത്തിന്റെ ഓഡിറ്റ് നടത്തിയപ്പോഴാണ് ഡോക്ടർ ഇക്കാര്യങ്ങൾ അധികൃതരെ അറിയിച്ചത്. എന്നാൽ ഉപയോഗിച്ച് പരിചിതമല്ലാത്തതിനാൽ ജനപ്രതിനിധി വാങ്ങി നൽകിയ ഉപകരണം മാറ്റിവെച്ചിരുന്നുവെന്ന് ഡോക്ടർ ഇന്നലെ പറഞ്ഞിരുന്നു. അതിനിടെ വകുപ്പുതല അന്വേഷണത്തിന്റെ ഭാഗമായി ഹാരിസ് ചിറക്കലിന്റെ ഹിയറിംഗ് നാളെ DME തലത്തിൽ നടക്കും. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ഈ ഉപകരണം ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് ഡോക്ടർ ഹാരിസിന്റെ ഒരു മറുപടി എന്താണിപ്പോൾ? ദിവ്യ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ ഉപകരണമില്ലാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയ മുടങ്ങിയെന്നുള്ള തുറന്നുപറച്ചിലായിരുന്നു ആദ്യം ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയത്. എന്നാൽ ഇപ്പോൾ പറയുന്ന കാര്യത്തിനകത്ത് കുറേയധികം അവ്യക്തതകളുണ്ട് എന്ന് സമർത്ഥിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിലെ ഒരു ഉപകരണം കാണാനില്ല എന്ന് മന്ത്രി പറഞ്ഞ കാര്യത്തെ തള്ളുകയാണ് അദ്ദേഹം ചെയ്തത്. ഉപകരണം അവിടെ തന്നെയുണ്ട്, ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്നലെ നടത്തിയത്. അതായത് യൂറോളജി വകുപ്പിലുള്ള മറ്റു ഡോക്ടർമാർക്കും തനിക്കുമൊന്നും ആ ഉപകരണം ഉപയോഗിക്കാൻ അറിയില്ല, അതുകൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രതികരണമാണ് ഈ ഉപകരണം കാണാതെ പോയി എന്നുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ട് മന്ത്രി വീണ ജോർജ് പറഞ്ഞതിന് പിന്നാലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണമായിട്ട് വന്നത്. എന്നാൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ കാര്യത്തെ ഖണ്ഡിക്കുന്ന ചില വിവരങ്ങളാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വകുപ്പിൽ ഏതെങ്കിലും ഉപകരണം ഉപയോഗിക്കാതെ ഇരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അല്ലെ അങ്ങനെ കൃത്യമായ ഒരു ഓഡിറ്റ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പുകളിൽ നടന്നിരുന്നു. അതുപ്രകാരം അതായത് പ്രിൻസിപ്പൽ ഈ പറയുന്ന യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് തന്നെയാണ് ചോദിച്ചത്, ഈ വകുപ്പിൽ ഏതെങ്കിലും ഉപകരണം ഉപയോഗിക്കാതെ ഇരിക്കുന്നുണ്ടോ, അപ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ വിവരം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കൊടുക്കുകയും ആ കത്തിന് ഒരു ഉപകരണവും ഉപയോഗിക്കാതെ ഇരിക്കുന്നില്ല, നത്തിങ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഒപ്പിട്ട് സീൽ ചെയ്തുകൊണ്ട് പ്രിൻസിപ്പലിന് ഒരു കത്ത് കൊടുത്തതിന്റെ വിവരമാണ് ഇപ്പോൾ ഈ ഓഡിറ്റ് എപ്പോഴായിരുന്നു നടത്തിയത്? ദിവ്യ, ഇത് കൃത്യമായിട്ട് എല്ലാ ഇടവേളകളിലും കൃത്യമായിട്ട് നടത്തുന്നതാണ്. ഏതാണ്ട് 6 മാസം കൂടുമ്പോൾ ഓഡിറ്റ് നടത്താം, 1 വർഷം കൂടുമ്പോൾ ഓഡിറ്റ് നടത്താം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ നടത്തിയ ഓഡിറ്റാണിത്. അപ്പോൾ ആ ഓഡിറ്റ് നടത്തിയതിന്റെ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് പ്രകാരം കൃത്യമായിട്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നത് ഒരു ഉപകരണവും വകുപ്പിൽ ഉപയോഗിക്കാതെ ഇരിക്കുന്നില്ല. അതായത് ഇൻലിങ്ക്ഡ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ നിഷ്ക്രിയമായിട്ടുള്ള ഉപകരണം. അപ്പോൾ നിഷ്ക്രിയമായിട്ടുള്ള ഒരു ഉപകരണവും വകുപ്പിലില്ല എന്ന് പറയുന്നത് വകുപ്പിന്റെ മേധാവിയായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്നെയാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം ഇന്നലെ തങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാത്ത ഉപകരണമായതുകൊണ്ട് അത് മാറ്റിവെച്ചു എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതായുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് ഡോക്ടറിന് എന്ത് വിശദീകരണം നൽകും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഇതിനകത്ത് ആരോഗ്യവകുപ്പ് പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞതിനകത്ത് ചില വസ്തുതകളുണ്ട്. അതായത് ഡോക്ടർമാരുടെയും മറ്റ് സൂപ്രണ്ടുമാരുടെയും പ്രിൻസിപ്പൽമാരുടെയും അധികാര പരിധി, ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളടക്കം മാറ്റങ്ങൾ വരുത്തേണ്ടതായുണ്ട്, അത് ചെയ്യും എന്നുള്ള കാര്യം മന്ത്രി വീണ ജോർജ് പറഞ്ഞതാണ്. പക്ഷേ ഡോക്ടർ ഹാരിസിന്റെ മറുപടിയിലാണ് ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളത്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഒരു ഉപകരണം, ജനപ്രതിനിധി നൽകിയ ഉപകരണം അത് പ്രവർത്തിപ്പിക്കാൻ ആളുകളില്ലാത്തതിനെ തുടർന്ന് മാറ്റിവെച്ചിട്ടുണ്ട് എന്നായിരുന്നു. പക്ഷേ നേരത്തെ നടത്തിയ ഓഡിറ്റിന് മറുപടിയായി ഒരു ഉപകരണവും ഉപയോഗിക്കാതെ കിടക്കുന്നില്ല എന്നായിരുന്നു. എന്തായാലും ഡോക്ടറുടെ മറുപടി. അന്വേഷണത്തിന്റെ ഭാഗമായി ഡോക്ടർ നാളെ DME തലത്തിൽ ഒരു ഹിയറിംഗിന് എത്തുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങളാണ് ഷിജോ കുര്യൻ നൽകിയത്.